ഇന്ന് ഫസിന്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഫസി? ഇന്ന് മുട്ട പപ്സ്. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞു വെച്ച അത് ഞാനല്ല, അത് വൃത്തിയിലായിരുന്നു. ഇതാരറിഞ്ഞു അങ്ങനെ വെക്കത് സ്ഥാനം മാറിയിട്ട് കിടക്കണേ. എന്ത് ഈ മുട്ടന്റെ ഈ കൂർത്ത ഭാഗം തെക്കോട്ട് തിരിച്ചു വെക്കും. അയ്യോ ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫസിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ എത്തിയിട്ടുള്ളൂ, 5:30 എത്തിയിട്ടുള്ളൂ. 6:20 ബാങ്ക് അല്ലേ ഫസി? അപ്പോൾ ഫസി ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഫസി ഇന്ന് മുട്ട പപ്സ്. ഫസിയുടെ സ്പെഷ്യൽ മുട്ട പപ്സ് ഫസി ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഞാൻ ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മുട്ട പപ്സ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മുട്ട പപ്സ് ഉണ്ടാക്കി തരാൻ കണ്ടിട്ടുണ്ട്. പാവം പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കണ. ഫസ്റ്റ് എത്ര മുട്ട പപ്സ് ഉണ്ടാക്കുന്നത്? 4 മുട്ട പപ്സ്. ഫസ്റ്റ് മുട്ട പപ്സ് ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞു വെച്ച അത് ഞാനല്ല, അത് വൃത്തിയിലായിരുന്നു. ഇതാരറിഞ്ഞു ഇവരരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് മുട്ട പപ്സ് ഉണ്ടാക്കാനുള്ള സാധനം. ഹർഷ ഇവിടെ എന്തൊക്കെ വെറുതെറുക്കുണ്ട്, കാര്യാക്കണ്ട. ഹർഷ തോടുന്ന് മുട്ട കിട്ടണില്ലടോ. മുട്ട വെന്തിട്ടില്ലാന്നാ തോന്നുന്നത്. മുട്ട വെന്തിട്ടില്ലടോ. മുറിച്ച് നോക്കാം. ഫസി മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കൊട്ടി നോക്കി എടുത്ത തണ്ണിമത്തനുണ്ട്, കളറൊക്കെ. ഫസി വളരെ വൃത്തിയോടെ തന്നെ നമ്മുടെ മുട്ട തോല് പൊളിക്കുന്നുണ്ട്. മുട്ട തോടൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഇന്ന് വീഡിയോ എടുക്കേണ്ട ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ച് ഒന്നും എടുക്കണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു പണി എടുക്കൂല. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇന്ന് ഇവര് രണ്ടുപേരും കിടന്നുറങ്ങി, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഇന്ന് കമ്പനിയിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയിലത്തെ ഫുഡാണ് കൊടുത്തിട്ടുള്ളത്. ബീഫ് ബിരിയാണിയാ? യെസ്. ശരി. ഗൈസ്, ഫസ്റ്റ് നോമ്പ് നോറ്റിട്ട് ക്ഷീണിച്ചിരുന്നത് ഫസ്റ്റ് നോമ്പ് ഒരു ക്ഷീണിച്ചിരിക്കണം. ഞാനും ഷെയ്ഖിനെ വളരെ ക്ഷീണിതരാണ്. നല്ല അത്താഴത്തിന് പോലും ഒന്നും ഉണ്ടാക്കി തന്നില്ല. ഞങ്ങൾ നല്ല പോലെ ഓട്സ് ഒക്കെ കഴിച്ചു. നിങ്ങൾ നീക്കാതെ കുഴപ്പമില്ല. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ വീട്ടിലെങ്ങനെ ഹോം മെയ്ഡ് ഐറ്റം മുട്ട പപ്സ് ഉണ്ടാക്കാന്നുള്ളൊരു ഇതാണ് ഫസി. ഞാൻ തന്നെ യൂട്യൂബ് നോക്കിട്ടാ ഫസി നമുക്ക് കാണിച്ചിരുന്നത്. ആദ്യം നമുക്ക് ഒരു ബൗളിൽ ഒരു മുട്ട എടുത്ത് സ്പൂണായിട്ട് ഇങ്ങനെ കറക്കണം. ഇത് നമുക്ക് മുട്ട പപ്സിന്റെ മേലെ ഇങ്ങനെ തേച്ചെടുക്കാനാ. എന്ത് സൗണ്ടാ? ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതാണ് മുട്ട പപ്സിന്റെ മുറിയണില്ലല്ലോ കത്തി. മീനരിയണ പോലെ പറിച്ചെടുത്തോട്. ഫസി അവളുടെ കന്നി പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മുതിരുകയാണ്. മൈ ഗോഡ്, ഇത് കൊള്ളാവുന്ന തോന്നുന്നു. ഇല്ല, ഇതാണ് ഒരു ഷീറ്റ്. ഗൈസ്, ഞങ്ങളുടെ അടുക്കള അലങ്കോലാക്കി എടുക്കുന്നത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഈ വീഡിയോ എടുപ്പ് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കും എന്നുള്ള ഫസ് പറഞ്ഞു. നല്ല ക്ലീൻ ആയിരിക്കും. നമുക്കിതൊന്ന് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് അങ്ങനെ വെച്ചെടുക്കാം. ചിക്കൻ കുറച്ച് നമ്മൾ ഉണ്ടാക്കി അല്ല, ഇതെന്താ സാധനം? ഉള്ളി വാട്ടിയത് നമ്മൾ വെക്കുന്നു. അതിലേക്ക് ഒരു മുട്ട എടുത്ത് വെക്കുന്നു. അങ്ങനെ വെക്കത് സ്ഥാനം മാറിയിട്ട് കിടക്കണേ. എന്ത് ഈ മുട്ടന്റെ ഈ കൂർത്ത ഭാഗം തെക്കോട്ട് തിരിച്ചു വെക്കും. അങ്ങനെ ഉണ്ട്. ആയിക്കോട്ടെ, നമുക്കിതിങ്ങനെ ഒരു മടക്കി ഇത് സമൂസ അല്ലേ? ഇങ്ങനെയാണോ സമൂസ ഉണ്ടാവല്? ഷേപ്പ് സമൂസയുടെ ഷേപ്പ് ഇങ്ങനെ
നമുക്ക് മുട്ടേനെ സേഫ് ആക്കാം അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഒന്ന് സെറ്റായി. അങ്ങനെ ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്വാദിഷ്ടമായ മുട്ട പപ്സ് റെഡി. ഗൈസ് ഇന്ന് ഫസിന്റെ മെഡിക്കൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ മെഡിക്കൽ എങ്ങനെയാണെന്നുള്ളത്, എന്താണ് അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് അറബിക് കൺട്രിയാണ്, സോ അത്തയ്യാത്ത് ഓദിക്കും, കുനൂത്ത് ഓദിക്കും, ഏതെങ്കിലും 2 സൂറത്ത് ഓദിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വിട്ടതായത്. കുട്ടി വിശ്വസിച്ചിട്ട് അവിടെ ഞങ്ങളവിടെ ഹനഫി മദബാണ്, അവിടെ കുനൂത്തൊന്നുമില്ല കുനൂത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ മെഡിക്കലൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ മെഡിക്കൽ കഴിഞ്ഞ് വന്ന് കിടന്നതാണ്. ഇപ്പോഴാണ് ആള് എണീക്കുന്നത്. ഇപ്പോഴല്ല കേട്ടോ, അരമണിക്കൂർ മുന്നേ എണീച്ചു. മനുഷ്യൻ രാവിലെ പോയിട്ട് ഇപ്പോഴാണ് വരുന്നത് ഡ്യൂട്ടി എടുത്തിട്ട്. ഗൈസ്, അപ്പോൾ നമ്മളെ മുട്ടപ്സിന്റെ മേലെ ഇതെന്തിനാ വൈറ്റ് അല്ലല്ലോ, എഗ് വാഷ് അടിക്കാണ്. ഇതെന്തിനാണ് ഇങ്ങനെ അടിക്കുന്നത്? അറിയില്ല, യൂട്യൂബിൽ പറഞ്ഞ നമ്മളങ്ങനെ ചെയ്യുന്നു. എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്ക് എണ്ണയിട്ട് പൊരിച്ചാലോ? ഇങ്ങനെ ഉണ്ടാവും നോക്കാം ടേസ്റ്റ്. ആജിക്കന്നെ മാത്രം നമുക്ക് എണ്ണയിട്ട് പൊരിച്ചു കൊടുക്കാം. വേണ്ട വേണ്ടാടുക്ക അവിടെ. അത് യൂട്യൂബിൽ നോക്കണോ? എയർ ഫ്രൈ വെക്കണമെങ്കിൽ എയർ ഫ്രൈ വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ട പപ്സിന്റെ ഇത് നമ്മള് ഇതിനുള്ളിൽ വെക്കണം, ഓവൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ടൈം സെറ്റ് ചെയ്ത് എനിക്കറിയില്ല. ഗൈസ്, അങ്ങനെ മുട്ട പപ്സിനും ഫ്രൂട്ട് കട്ടിങ്ങിന് ശേഷം ഞങ്ങൾ ഉണ്ടാക്കുന്നു അടക്കാവോ ജ്യൂസ്. അടക്കാവോ, ചിലർ ഇതിനെ ബട്ടർ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അല്ലെ, നമ്മുടെ പേരിലൊക്കെ ബട്ടർ എന്ന് പറയും ഇതിന്. ബട്ടർ ജ്യൂസ്, ഉമ്മാരൊക്കെ ബട്ടർ എന്ന് പറയും. പിന്നെ ഒരു വിവരം വെച്ചപ്പോൾ അവക്കാഡോ എന്ന് പറയാൻ തുടങ്ങി. സാധാരണ ഞാനാണ് എല്ലാം ഉണ്ടാക്കിയത്, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇത് റെസ്റ്റാണ്. വീഡിയോ എടുക്കേണ്ട കാരണം എന്നോട് എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം പോലും ഒരു വെള്ളം പോലും കലക്കലില്ല. ഫ്രിഡ്ജ് നിറച്ച് അലങ്കുരാക്കി എടുക്കട്ടോ. ഇത് കൊണ്ട് വെക്കല്ലേ, ഒറ്റക്ക് മുറിക്കണ്ട. ഗൈസ്, ഒരാൾ ഇവിടെ മുട്ട പപ്സ് വെച്ചതട്ട, മുട്ടൊക്കെ ചിഞ്ഞ് ചിതറിയിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുക്കുമ്പോ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റും. അടക്കാവുണ്ടായി, അടക്കാവായി വരുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബൂസ്റ്റാട്ടോ. ഗൈസ്, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. ഇത് നമ്മള് മുട്ട സമാധി. നമ്മള് പുതിയ ഒരാള് മുട്ട പപ്സ് ഉണ്ടാക്കിയതാ. മുട്ട സമാധി, മുട്ട സമാധി അങ്ങനെ കണ്ടാ മതി. അല്ല, ഇനിയും തിരിച്ചു കഴിഞ്ഞാ പിന്നെ മൂടൂലല്ലോ, ഇങ്ങനെ തന്നെ എനിക്ക് ഈ മുട്ട പപ്സിന്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ്. പറ്റൂല പറ്റൂല, സമാധി സമാധി സമാധി. ഫസി, നമുക്ക് ഇതിനെ പുതിയ മുട്ട സമാധി എന്ന് പേരിടാം. വിഷമിക്കണ്ട. ഒന്ന് ചീഞ്ഞാ മറ്റൊന്നിന് വളാന്നാണ്. ഒന്ന് ചീഞ്ഞാ മറ്റൊന്നിന് വളാന്നല്ലോ. അതന്നെ. അത് ഊരി കൊടുക്ക. ഫസി മന്ത്രിച്ച് ഊതുണ്ട് അതിനുള്ളിലേക്ക്.
നമുക്ക് മടക്കാം. ഗൈസ് അല്ല ഇത് ക്രിസ്പി ആയില്ല. ഫസിന്റെ മുട്ട സമാധി റെഡി. അതുപോലെ തന്നെ ഉണ്ട്. ഗൈസ് അങ്ങനെ നോമ്പ് തുറക്കാനുള്ളത് ഞങ്ങൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ജ്യൂസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഫുഡുണ്ട്, അതിലേക്കുള്ള സലാഡ് ഉണ്ട്, പിന്നെ ഫസിൻ്റെ മുട്ട സമാധി അവിടെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ല ഇതൊക്കെയാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ കുഞ്ഞു നോമ്പ് തുറ. അപ്പോൾ ഇൻഷാല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോയിൽ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല പിന്നീട് വരാം. അസ്സലാമു അലൈക്കും.